ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. പിസ്സ പോലെ ഉണ്ടെങ്കിലും പിസ്സയൊന്നും അല്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനലിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കണം. ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുഴക്കുകയും പരത്തുകയും ഒന്നും ചെയ്യണ്ട കേട്ടോ, വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് നമ്മൾ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ സവാള മതി. നമുക്ക് ഒരുപാട് മസാലയിൽ ഇങ്ങനെ ഒത്തിരി സവാള കിടക്കുന്നതിനേക്കാളും നല്ലത് ചിക്കൻ കൂടുതലും സവാള കുറച്ചും കിടക്കാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഞാനൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ മലബാർ ഏരിയയിലൊക്കെ മിക്ക സ്ഥലത്തും നോമ്പ് തുറക്കും അതുപോലെ തന്നെ ഫംഗ്ഷൻസിനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇത് ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് കുറേയൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറേ പൊടികളും മസാലപ്പൊടികളും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊരു 1.5 കപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടൊന്ന് പിച്ചിട്ടിട്ടാണ് ചേർത്തിട്ടുള്ളത്. കൂടെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനാണ്. മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചെറിയ പീസായിട്ട് പിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. കൂടുതൽ പണിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ 1-2 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഏകദേശം 3 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. മൈദ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിരിക്കും ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ട് വേണ്ട, നമുക്ക് കുറച്ചൊന്ന് ലൂസായിട്ടാണ്, എന്നാൽ ഒരുപാട് ലൂസും അല്ല. അപ്പോൾ ഞാൻ ഒഴിക്കുമ്പോൾ കാണും നിങ്ങൾക്ക്, കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. ഇങ്ങനെ തന്നെ മതി. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു 3 എണ്ണമൊക്കെ, വലുതാണെങ്കിൽ 3 എണ്ണം ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടില്ലെങ്കിൽ സാധാ ദോശ തവയാലും കുഴപ്പമില്ല. ഇത്രയൊന്ന് ഓയിലാക്കിയിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിൽ 1.5 തവി, ചെറിയ തവിയാണ്, മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരുപാടിട്ട് പരത്തിയെടുക്കരുത്, ദോശ പോലെ കുറച്ച് കട്ടിയിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. എന്നാലും നമുക്കൊരു പിസ്സയൊക്കെ കഴിക്കുന്ന ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 3 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ മസാലേനെ 3ആയിട്ട് മാറ്റിയിട്ട് അതിൽ ഒരു പോർഷനാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാവരുടെയും ഫില്ലിംഗ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ചുമ്മാ ഒരു എന്താ പറയുക, പത്തിരി കഴിക്കുന്ന ആ ഒരു ഫീലാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല പോലെ മയണൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കൊടുക്കുന്നത്. ആ ഫില്ലിങ്ങിൻ്റെ മേലെയായിട്ട് നമ്മൾ സാധാരണ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചീസ് വെച്ച് കൊടുക്കാറില്ല, അതേപോലെ തന്നെ കാണാൻ മാത്രമേ പിസ്സേൻ്റെ ലുക്കുള്ളൂ കേട്ടോ, കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാപ്സിക്കം ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം, ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-8 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയണൈസൊക്കെ അത്യാവശ്യം നന്നായിട്ട് എന്താ തൊടുന്ന സമയം നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. എന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇഫ്താർ പാർട്ടികളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ആളോട് ക്ലിക്ക് ചെയ്യുക. എന്നാലേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇത് മുമ്പ് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ, ഉണ്ടാക്കാറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.